വെൽക്കം ടു PSC Q&A. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 100 ക്വസ്റ്റ്യൻസിലെ പാർട്ട് 3 ആണ്. അതിൽ 60ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ പൗരന്മാർക്ക് നിഷേധിക്കാതിരിക്കാൻ ഗവൺമെൻറ്റുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. 61ാമത്തെ ക്വസ്റ്റ്യൻ, മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. 62ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം ഏത്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം 3 ആണ്. ഭാഗം 3. 63ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. 64ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം. 7 മൗലിക അവകാശങ്ങളാണ് ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത്. 65ാമത്തെ ക്വസ്റ്റ്യൻ, എത്ര തരത്തിലുള്ള മൗലിക അവകാശങ്ങളാണ് ഭരണഘടനയിൽ ഇപ്പോഴുള്ളത്? ഇപ്പോൾ ഭരണഘടനയിൽ 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. 66ാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി. 67ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ട്. 1928 നെഹ്റു റിപ്പോർട്ട്. 68ാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തിയ ഭരണഘടന. മൗലിക അവകാശങ്ങൾ ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത് എന്ന്? അമേരിക്കൻ ഭരണഘടന. 69ാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് റിട്ട്. 70ാമത്തെ ക്വസ്റ്റ്യൻ, റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ലാറ്റിൻ ഭാഷയിൽ നിന്ന്. 71ാമത്തെ ക്വസ്റ്റ്യൻ, റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ബ്രിട്ടൻ ഭരണഘടനയിൽ നിന്നാണ് റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. 72ാമത്തെ ക്വസ്റ്റ്യൻ, റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അവകാശം ഏത് തരം കോടതികൾക്കാണ്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അവകാശം. 73ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? 32ാം ആർട്ടിക്കിൾ അല്ലെങ്കിൽ 32ാം അനുച്ഛേദം അനുസരിച്ചാണ് ഭരണഘടനയുടെ 32ാം അനുച്ഛേദം അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. 74ാമത്തെ ക്വസ്റ്റ്യൻ, ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? 226ാം അനുച്ഛേദം അനുസരിച്ചാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. 76ാമത്തെ ക്വസ്റ്റ്യൻ, സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി. 1978 44ാം ഭേദഗതി. സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമാവകാശമാണ് അഥവാ ഭരണഘടനാ അവകാശമാണ്. ഇനി പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങളുടെ അനുച്ഛേദങ്ങൾ നോക്കാം. ഒന്നാമത്തെ മൗലിക അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ 23, 24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം 29, 30. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32. 76ാമത്തെ ക്വസ്റ്റ്യൻ, സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി രാഷ്ട്ര ഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൂട്ടം നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. 77ാമത്തെ ക്വസ്റ്റ്യൻ, നയരൂപീകരണ വേളയിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. 77ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്ന ഭാഗം 4. 78ാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം 4. 79ാമത്തെ ക്വസ്റ്റ്യൻ, നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആദ്യ രാജ്യം സ്പെയിൻ. 80ാമത്തെ ക്വസ്റ്റ്യൻ, നിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? അയർലാൻഡിലെ ഭരണഘടനയിൽ നിന്നുമാണ് നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്. 81ാമത്തെ ക്വസ്റ്റ്യൻ, നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന അനുച്ഛേദങ്ങൾ. അനുച്ഛേദം 36 മുതൽ 51 വരെ നിർദ്ദേശക തത്വങ്ങളാണ്. 82ാമത്തെ ക്വസ്റ്റ്യൻ, നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ്? സുപ്രീം കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരനെ കോടതിയെ സമീപിക്കാൻ കഴിയില്ല. മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ നമുക്ക് കോടതിയെ സമീപിക്കാം. 83ാമത്തെ ക്വസ്റ്റ്യൻ, രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റേണ്ടതുണ്ട്. ഈ കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ. 84ാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. 1976 42ാം ഭേദഗതി. 85ാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്ന വർഷം. 1977 ജനുവരി 3-നാണ് മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത്. 86ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? സ്വരൺ സിംഗ് കമ്മിറ്റി. 87ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 4A. 82ാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 51A.
89ാമത്തെ ക്വസ്റ്റ്യൻ ഏത് രാജ്യത്തെ അനുകരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്? റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ് മൗലിക കടമകൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ബാധകമായവയാണ്. വിദേശ പൗരന്മാർക്ക് ഇത് ബാധകമല്ല. 90ാമത്തെ ക്വസ്റ്റ്യൻ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 91ാമത്തെ ക്വസ്റ്റ്യൻ 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ 1976 എത്ര മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 10 മൗലിക കടമകൾ. 92ാമത്തെ ക്വസ്റ്റ്യൻ എത്ര മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഇപ്പോഴുള്ളത് 11 മൗലിക കടമകളാണുള്ളത്. 2002 86ാം ഭേദഗതി പ്രകാരം 11ാമത്തെ മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 6 വയസ്സു മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി കൂട്ടിച്ചേർത്തു. ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്